ഓൺലൈൻ പെൺവാണിഭ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ തിരുവനന്തപുരം സ്വദേശിയായ മോഡലും പോലീസ് സംഘത്തെ വാഹനം ഇടിപ്പിച്ച ശേഷമാണ് ഇവർ രക്ഷപ്പെട്ടത്. ചുംബന സമരത്തിന്റെ മുൻനിരക്കാരായ കൊല്ലം സ്വദേശി രാഹുൽ പശുപാലനും ഭാര്യയും മോഡലുമായ രശ്മിയും ഉൾപ്പെട്ട ഓൺലൈൻ പെൺവാണിഭത്തിന്റെ കൂടുതൽ ചുരുളുകളാണ് അഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഓപ്പറേഷൻ ബിഗ് ഡാഡിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊച്ചി നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ നടത്തിയ റെയ്ഡിലാണ് പെൺവാണിഭ സംഘം വലയിലായത്. അറസ്റ്റിലായ 12 പേരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പെൺവാണിഭ സംഘത്തിലെ പ്രധാന കണ്ണികളായ തിരുവനന്തപുരം സ്വദേശിയും മോഡലുമായ വന്ദനയെയും കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായ ആഷിഖിന്റെ ഭാര്യ മുബീനെയും പിടികൂടാൻ അന്വേഷണ സംഘം നീക്കം നടത്തുകയാണ്. ഈ 2 പെൺകുട്ടികളും പെൺവാണിഭ സംഘത്തിലെ മറ്റൊരു ഏജന്റുമായ അച്ചായനും ചേർന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ കാറടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ശേഷം ഇവർ രക്ഷപ്പെട്ടിരുന്നു. അതിനാൽ ഇവർക്കെതിരെ വധശ്രമത്തിനും കേസെടുക്കാൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇതിനിടെ രാഹുൽ പശുപാലന്റെ കൊല്ലത്തെയും കൊച്ചിയിലെയും വീടുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പ്, 3 മൊബൈൽ ഫോണുകൾ, ടാബുകൾ, ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയം സ്വദേശി ലിനീഷ് മാത്യു ആണ് സർക്കാർ പദ്ധതിയുടെ മറവിൽ പെൺവാണിഭത്തിനായി പെൺകുട്ടികളെ എത്തിച്ചിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. കേന്ദ്ര പദ്ധതിയുടെ ഏജന്റുമാരാണെന്ന രൂപത്തിൽ ജോലി തേടുന്ന പെൺകുട്ടികൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത സെക്സ് റാക്കറ്റുകളിൽ ഇവരെ എത്തിച്ചിരുന്നത് ലിനീഷ് മാത്യു, രാഹുൽ, ഭാര്യ രശ്മി എന്നിവരാണെന്നും പോലീസ് പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പെൺവാണിഭത്തിനായി 3 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ കരാർ ഉറപ്പിച്ച അബ്ദുൽ ഖാദറാണ് ഇവരെ എത്തിച്ചിരുന്നത്. അതേസമയം രശ്മിയുടെ മകനെ വിട്ടുകിട്ടണമെന്ന രശ്മിയുടെ മാതാവിന്റെ ആവശ്യം കോടതി തള്ളി. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.